ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസവും കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു തിരുനാൾ ദിവസം ആയതുകൊണ്ട് നാളെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ 8ാമത്തെ വ്യാകുലം കേട്ടിട്ടുണ്ടോ? 7 വ്യാകുലങ്ങൾ, 7 ഡോളേഴ്സ് ഓഫ് മേരി. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ കീറിമുറിച്ച 7 വാളുകൾ, നൊമ്പരങ്ങൾ, വ്യാകുലങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 8ാമത്തെ ഒരു വ്യാകുലത്തെക്കുറിച്ചും കൂടെ ഒരു സന്ദേശം ഈശോ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുക. പരിശുദ്ധമ്മയുടെ വലിയ തിരുനാൾ നാളെ ആയതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഈശോയോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ഒരു കൃപ ഞങ്ങളിലേക്കും എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും നിറച്ചു തരണേന്ന് പ്രാർത്ഥിക്കണം. എന്തൊക്കെയായിരുന്നു പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന കൃപകൾ? ലൂക്ക 1:38 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം വിട്ടുകൊടുക്കാനുള്ള ഒരു ആത്മധൈര്യം, ഒരു സ്വാതന്ത്ര്യം, ഒരു ഓപ്പൺനെസ് ഒക്കെ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി ഞാനിതാ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു, അതിനുള്ളൊരു കൃപ എനിക്ക് വേണം. അത് ഈശോയോട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം ലൂക്ക 1:45 എലിസബത്ത് പരിശുദ്ധ അമ്മയെ നോക്കി പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. 100 കണക്കിന് വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, എന്തോരം വചനങ്ങൾ നമ്മൾ എഴുതുന്നത്, എന്തോരം വചനവ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അങ്ങനെ വിശ്വസിക്കാനൊരു കൃപ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് കിട്ടണം. അത് ഈശോയോട് രണ്ടാമതായിട്ട് ചോദിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം ലൂക്ക 1:46 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും കർത്താവിന് നന്ദി പറയുക. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്ത ചെറുതും വലുതുമായ മഹത്തായ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള കൃപയും കൂടെ വേണം. 3 കാര്യങ്ങൾ: ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാനുള്ള ഒരു കൃപ വേണം. 2, കർത്താവ് പറഞ്ഞ വചനങ്ങൾ വിശ്വസിക്കാനൊരു കൃപ വേണം. 3ാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്, കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്ദി പറയാൻ ഒരു വലിയ കൃപ വേണം. 4ാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മ ചെയ്ത വലിയൊരു കാര്യം, എപ്പോഴും ഈശോയോട് ചേർന്ന് നിന്നു. കുഞ്ഞുണ്ണിയായി ഈശോയെ ചേർത്ത് പിടിച്ചതിനെ കുറിച്ച് നമുക്ക് ഒരു സംശയമില്ല. 12ാം വയസ്സിൽ കാണാതെ പോയപ്പോൾ എത്ര തീക്ഷ്ണതയോടും സങ്കടത്തോടും കൂടിയാണ് ഈശോയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓടിയിറങ്ങിയത്. ഈശോ തന്റെ പരസ്യജീവിതത്തിന്റെ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈശോയെ അന്വേഷിച്ചിറങ്ങുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കുരിശിൻ ചുവട്ടിൽ എല്ലാവരും ഇട്ടേച്ച് പോയപ്പോഴും യോഹന്നാന്റെ അടുത്ത് ഇങ്ങനെ ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മ ചേർന്ന് നിൽക്കുന്ന കാണുന്നുണ്ട്. ഏതൊരു സിറ്റുവേഷനിലും ഈശോയോട് ചേർന്ന് നിൽക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ വന്നേക്കാം, ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം ചിലപ്പോൾ കുറഞ്ഞു പോകുന്ന സമയം വന്നേക്കാം. പരിശുദ്ധ അമ്മയെ പോലെ പെട്ടെന്ന് ഓടി കണ്ടുപിടിക്കാൻ ഒരു തീഷ്ണത നമുക്ക് വേണം. ഈശോയെ അന്വേഷിക്കാൻ ഒരു തീഷ്ണത വേണം. നമ്മുടെ ജീവിതത്തിന്റെ കുരിശിൻ ചുവട്ടിൽ സങ്കടങ്ങളിൽ, വേദനകളിൽ, വെല്ലുവിളികളിൽ, ഒറ്റപ്പെടലുകളിലൊക്കെ ഈശോയുടെ കുരിശോട് ചേർന്ന് നിൽക്കാൻ ഒരു കൃപയും കൂടെ നമുക്ക് വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 4 കൃപകൾ ചോദിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ മറിയത്തിന്റെ 8ാമത്തെ വ്യാകുലം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇൻസിനു യേസു എന്ന് പറഞ്ഞൊരു പുസ്തകം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ ഈ രാത്രി ടോക്കുകളുടെയൊക്കെ ഭാഗമായിട്ട് എല്ലാ മാസവും ഓരോ പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ ഇൻസിനു യേസു എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വൈദികർക്ക് വേണ്ടിയിട്ടുള്ള ഈശോയുടെ സന്ദേശമാണ്. ഒരു ബെനഡിക്റ്റൈൻ സന്യാസിക്ക് ഈശോ കൊടുത്ത സന്ദേശമാണ് അത്. പക്ഷേ വൈദികർക്ക് വേണ്ടി മാത്രമായിട്ട് കൊടുത്തേക്കുന്നല്ല, ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും, ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ എല്ലാവരെയും ബാധിക്കുന്ന, നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകുന്ന, ഉണർത്തുപാട്ടാകുന്ന സന്ദേശങ്ങളാണ്. അതിനകത്ത് പരിശുദ്ധ അമ്മ ഒരു സങ്കടത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഈശോയുടെ അടുത്ത്, അതായത് ഈശോ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ സാന്നിധ്യമായി സക്രാരികളിൽ എഴുന്നള്ളി ഇരുന്നിട്ട് ഈശോയുടെ ആ സ്നേഹത്തിന്റെ അടുത്തിരിക്കാതിരിക്കുമ്പോൾ അവരെ കണ്ട് മറിയത്തിന്റെ ഹൃദയത്തിൽ ഒരു 8ാമത്തെ വ്യാകുലം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ഈശോ ദിവ്യകാരുണ്യ സാന്നിധ്യമായി സ്നേഹമായി നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി അൾത്താരകളിൽ സക്രാരികളിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കാത്തത്, മടി കാണിക്കുന്നത്, നിസ്സംഗത കാട്ടുന്നത് മറിയത്തിന്റെ 8ാമത്തെ വ്യാകുലമാണെന്ന് നാളെ പരിശുദ്ധ അമ്മയുടെ വലിയ തിരുനാളിൽ നമുക്ക് എടുക്കേണ്ട ഒറ്റ തീരുമാനം, വലിയൊരു തീരുമാനമാണ്. അതിനൊരു കൃപയും കൂടെ വേണം. 4 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ പ്രാർത്ഥനയും കൂടെ നടത്തണം. ഇങ്ങനെ ഒരു 8ാമത്തെ വ്യാകുലം മറിയത്തിന് കൊടുക്കില്ല എന്ന് വെച്ചാൽ, ഞാൻ ഈശോയുടെ അടുത്ത് പോയി ഇരുന്നോളാന്ന്, ഈശോയെ തേടിക്കോളാമെന്ന്, ഈശോയുടെ വചനങ്ങൾ വായിച്ചോളാം, ഈശോ പറഞ്ഞൊക്കെ വിശ്വസിച്ചോളാന്ന്, ആരാധനയ്ക്ക് ഇരുന്നോളാം എന്നൊരു തീരുമാനം എടുക്കുക. അങ്ങനെ മറിയത്തിന്റെ 8ാമത്തെ വ്യാകുലം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വലിയ തീരുമാനമായിട്ട് എടുക്കണം. അതിനോടൊരു കൃപ ഈശോ നിങ്ങൾക്ക് തരട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് നിങ്ങൾക്കിതൊരു സമ്മാനമായി സ്വർഗത്തിൽ നിന്ന് ഈ ഓഗസ്റ്റ് 15-ാം തീയതി മേടിച്ചു തരട്ടെ. മണിക്കൂറുകൾ ഈശോയോട് ചേർന്നിരിക്കാൻ, എല്ലാ സമയവും ഈശോയോട് ചേർന്നിരിക്കാനുള്ള ഒരു കൃപയും ആനന്ദവും ശക്തിയും അഭിഷേകവും തരട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.